ടു സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനൻസ് ചാപ്റ്ററിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പിക് ആണ്. അപ്പോൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. നമ്മൾ ഇന്ന് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന ടോപ്പിക് തൊട്ടുള്ള ഫർദർ ആയിട്ട് എല്ലാ ടോപ്പിക്സ് നമ്മൾ ഡീൽ ചെയ്യാം. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ തൊട്ട് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് നമ്മൾ ഡിറ്റർമിനൻസിൽ ചോദിക്കുകയാണെങ്കിൽ ഡിറ്റർമിനൻസ് തന്നിട്ട് അല്ലെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ് നമ്മുടെ ചോദ്യമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് half of determinant x1 y1 1 x2 y2 1 x3 y3 1. ഓക്കെ, ഒരു ഡിറ്റർമിനന്റ് തന്നിട്ട് അതിന്റെ ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ശരിയല്ലേ? അപ്പൊ എന്താണ് ഈ x1 y1 x2 y2 x3 y3 നമുക്ക് അറിയണം അല്ലെ. നമുക്കൊരു ചോദ്യം ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം വരുന്നത് 1 2 4 5 3 1. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത് അവര്. അതായത് കോർഡിനേറ്റ്സ് ആയിട്ടായിരിക്കും ഒരു ചോദ്യം തരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ x1 എന്ന് പറയുന്നത് ഇതായിരിക്കും, y1 എന്ന് പറയുന്നത് നെക്സ്റ്റ് വാല്യൂ, x2 y2 x3 y3. അപ്പൊ എന്താണ് x1 y1 x2 y2 x3 y3 എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തന്നിരിക്കുന്ന കോർഡിനേറ്റ്സിലാണ് x1 y1 x2 y2 x3 y3 യുടെ വാല്യൂസ് ഉണ്ടാവുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കും, നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അല്ലെ. ഓക്കെ, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. 2 7 that is coordinate 2 7 1 1 and 10 8. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഏരിയയുടെ ഫോർമുല എഴുതാം. എന്തായിരുന്നു? ഹാഫ് ഓഫ് x1 y1 1 x2 y2 1 and x3 y3 1. ശരിയല്ലേ? ഇനി നമുക്ക് ഇതിലുള്ള x1 ഉം y1 ഉം x2 ഉം y2 ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ട്. ശരിയല്ലേ? which is equal to half of x1 എന്താണ്? 2 അല്ലേ? 2 x2 1 x1 2 ആണ്. അടുത്തത് y1 ആണ്. y1 എന്ന് പറയുന്നത് ഏതാണ്? 7 ആണ്. 7 പിന്നെ ലാസ്റ്റ് 1 ആണ്. അടുത്തത് 1 1 1 10 8 1. ശരിയല്ലേ? ഓരോന്ന് എഴുതാം. ലാസ്റ്റ് 1 നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ഡിറ്റർമിനന്റ് നമുക്ക് കിട്ടി അല്ലെ. നമുക്ക് ഈ ഡിറ്റർമിനന്റ് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. which is equal to half of ഒരു വലിയ ബ്രാക്കറ്റ് ഇടുക. നമ്മളിനി നോർമൽ ആയിട്ട് ഒരു 3/3 ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? ആദ്യത്തെ എലമെന്റ് നമ്മൾ പുറത്തെടുക്കും. ഡിറ്റർമിനന്റ് ആ കോളമും ആ റോയും അല്ലാതെ വരുന്നത്, ഈ കോളം ആൻഡ് ഈ റോ അല്ലാതെ വരുന്നത് ഏതൊക്കെയാണ്? 1 8 1 1. ശരിയല്ലേ? ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 1 8 1 1 മൈനസ് അറിയാലോ, പ്ലസ് മൈനസ് പ്ലസ് എന്ന ഓർഡർ ആണ്. ഞാൻ ഇതും പറഞ്ഞതായിരുന്നു. അടുത്ത എലമെന്റ് ഏതാണ്? 7 ആണ്. 7 ബ്രാക്കറ്റിനകത്ത് ഡിറ്റർമിനന്റ് അകത്ത് ഈ കോളം ആൻഡ് ഈ റോ അല്ലാത്തത്, ഈ കോളം ഈ റോ അല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ 1 10 1 1. ശരിയല്ലേ? 1 10 1 1 പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് ആണ്. പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. കാര്യം 2 എഴുതി 7 എഴുതി, അടുത്തത് 1 ആണ്. 1 ഡിറ്റർമിനന്റ് അകത്ത് എന്ത് വരും? ഈ കോളം ഈ റോ അല്ലാത്തത്. 1 10 1 8 1 10 1 8. ഡിറ്റർമിനന്റ് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി? ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. നോർമൽ ആയിട്ട് 3/3 മെട്രിക്സ് എന്ത് ചെയ്തു? ഈ സ്റ്റെപ്പ് വരെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. which is equal to half ഇവിടെ മറക്കരുത്. ട്രയാങ്കിൾ ഫോർമുലയിൽ നമുക്ക് എന്തുണ്ട്? ഹാഫ് ഉണ്ട്. which is equal to 2 ബ്രാക്കറ്റ് 2 ഉണ്ടല്ലോ. 2 ചെറിയ ബ്രാക്കറ്റ്, ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യാം. 1 into 1 1 മൈനസ് 8 into 1 8 മൈനസ് 7 അല്ലെ. അടുത്ത 7 അല്ലേ? ബ്രാക്കറ്റിനകത്ത് 1 into 1 1 മൈനസ് 10 into 1 10 പ്ലസ് 1 ബ്രാക്കറ്റിനകത്ത് 8 into 1 8 മൈനസ് 10 into 1 10. ശരിയല്ലേ? വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. which is equal to half of ബ്രാക്കറ്റിനകത്ത് 2 അതേപോലെ തന്നെ എഴുതാം. ഇതിനകത്ത് 1 മൈനസ് 8 എത്രയാണ്? മൈനസ് 7 ആണ്. മൈനസ് 7 ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് 10 എത്രയാണ്? മൈനസ് 9 ആണ് അല്ലെ. 1 നിന്ന് 10 പോയാൽ മൈനസ് 9 പ്ലസ് 1 ബ്രാക്കറ്റിനകത്ത് എത്രയാണ്? 8 മൈനസ് 10 8 മൈനസ് 10 എത്രയാണ്? മൈനസ് 2 ആണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. which is equal to ഞാൻ ഈ സ്റ്റെപ്പ് വായിക്കാം.
ഓക്കെ, which is equal to, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് which is equal to half of, half ഒരിക്കലും മറക്കരുത്, ബ്രാക്കറ്റിനകത്ത് 2 into -7 എത്രയാണ്? -14 ആണ്. ഓക്കെ, -7 into -9 എത്രയാണ്? 7 into 9, 7 9s are 63. -7 into -9 എത്രയാണ്? 63 ആണ്. പ്ലസ് 63 ആണ്. മൈനസ് മൈനസ് പ്ലസ് ആയല്ലോ, പ്ലസ് 63. ഇത് കഴിഞ്ഞു. പ്ലസ് 1 into -2 എത്രയാണ്? -2 ആണ്. -2 ശരിയല്ലേ? ബ്രാക്കറ്റ് 2 which is equal to half of, ഇതൊക്കെ മാറ്റാലോ. ഓക്കെ, half of, നമുക്ക് ഇതിനകത്ത് എന്ത് വേണം? ഇതൊക്കെ കൂടെ സോൾവ് ചെയ്യണം. ശരിയല്ലേ? നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാം? -14 -2 നമുക്ക് ആദ്യം ചെയ്യാം അല്ലെ? ഇത് വേഗം ചെയ്യാൻ പറ്റുന്നതല്ലേ? -14 -2 കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? -40 -2. നമുക്ക് എത്ര കിട്ടി? മൈനസ് മൈനസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പൊ മൈനസ് ഇട്ടിട്ട് പ്ലസ് ചെയ്യുമ്പോൾ 14 + 2 എത്രയാണ്? 16 ആണ്. പ്ലസ് 63 ശരിയല്ലേ? which is equal to half of, ഇതെങ്ങനെ ചെയ്യാണ്? ഇതെങ്ങനെ ചെയ്യാം? -16 + 63 അല്ലേ? -16 + 63 ആണ്. പ്ലസും മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ നമ്പറിന്റെ വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. വലിയ നമ്പർ 63 ആണ്, 63 ആണ്. 63ന്റെ സൈൻ പ്ലസ് ആണ്. അപ്പൊ 63 - 16 എത്രയാണ്? 47 ആണ്. ശരിയല്ലേ? 47 ആണ്. which is equal to, എങ്ങനെ എഴുതാം? 47/2 എന്ന് എഴുതാലോ. അതായത് ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോകാലോ. 47/2 സ്ക്വയർ സെന്റിമീറ്റർ. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതും ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഞാൻ കോർഡിനേറ്റ്സ് ആക്കിയിട്ട് ബോർഡിൽ എഴുതാം. 1 1 1 -1 2 1. ഓക്കെ, ഇതാണ് നമ്മൾ കോർഡിനേറ്റ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഇത് നമുക്ക് ആദ്യം എന്താണ് ഇക്വേഷൻ? നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഹാഫ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1. ഇതാണ് നമ്മുടെ ഫോർമുല. ശരിയല്ലേ? which is equal to, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത്, സോറി ഡിറ്റർമിനന്റിനകത്ത് നമ്മൾ എന്ത് എഴുതണം? x1 y1 1. ഇതാണ് x1, ഇതാണ് y1 അല്ലെ? 1 1 1 ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. 1 -1 1 2 1 1. ശരിയല്ലേ? ഓക്കെ, ഡിറ്റർമിനന്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. ഹാഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് ആദ്യത്തെ റോയിലുള്ള ആദ്യത്തെ എലമെന്റ് ഏതാണ്? 1 അല്ലേ? 1. ഡിറ്റർമിനന്റ് എന്താണ്? ഈ കോളം ആൻഡ് ഈ റോ അല്ലാതെ വരുന്ന എലമെന്റുകൾ -1 1 1 1. ശരിയല്ലേ? ഓക്കെ, -1 1 1 1 മൈനസ്, കാരണം പ്ലസ് മൈനസ് പ്ലസ് ഓർഡർ ആണല്ലോ. മൈനസ് അടുത്ത വാല്യൂ എത്രയാണ്? 1 ആണ്. ഡിറ്റർമിനന്റിനകത്ത് ഈ കോളം ആൻഡ് ഈ റോ അല്ലാതെ വരുന്ന എലമെന്റുകൾ 1 2 1 1. ശരിയല്ലേ? 1 2 1 1 പ്ലസ് അടുത്ത വാല്യൂ, അതായത് പ്ലസ് മൈനസ് പ്ലസ് മൈനസിന് അടുത്ത് ഏതാണ്? പ്ലസ് ആണ്. ലാസ്റ്റ് എലമെന്റ് ഏതാണ്? 1 ആണ്. ഡിറ്റർമിനന്റിനകത്ത് ഈ കോളം ആൻഡ് ഈ റോ അല്ലാതെ വരുന്ന എലമെന്റുകൾ 1 2 -1 1 1 2 -1 1. ശരിയല്ലേ? which is equal to half of ബ്രാക്കറ്റിനകത്ത് 1, ചെറിയ ബ്രാക്കറ്റ് ഇട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. 1 into -1 -1 -1 into 1 1 -1 ബ്രാക്കറ്റിനകത്ത് 1 into 1 1 -2 into 1 2 പ്ലസ് 1 ബ്രാക്കറ്റിനകത്ത് 1 into 1 1 -2 into -1. 2 into -1 എത്രയാണ്? -2. ശരിയല്ലേ? -2. നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആക്കിയിട്ട് എഴുതാലോ. ഒരുമിച്ച് പ്ലസ് ആക്കിയിട്ട് എഴുതാം. +2 എന്ന് എഴുതി. മനസ്സിലായില്ലേ? മൈനസ് മൈനസ് കൂടെ ഞാൻ എന്താക്കി എഴുതി? പ്ലസ് ആക്കിയിട്ട് എഴുതി. which is equal to half of ബ്രാക്കറ്റിനകത്ത് 1, ചെറിയ ബ്രാക്കറ്റില് -1 -1 മൈനസ് മൈനസ് കൂടെ വന്നു കഴിഞ്ഞാൽ മൈനസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. മൈനസ് ഇട്ടിട്ട് പ്ലസ് ചെയ്തു. 1 + 1 എത്രയാണ്? 2 ആണ്. അപ്പൊ -2 എന്ന് കിട്ടിയില്ലേ? -1 ബ്രാക്കറ്റിനകത്ത് 1 -2 -1. ശരിയല്ലേ? ഒന്നിൽ നിന്ന് രണ്ടെണ്ണം മൈനസ് ചെയ്താൽ -1 ആണ് ഉത്തരം. പ്ലസ് 1 ബ്രാക്കറ്റിനകത്ത് 1 + 2 3. വലിയ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ശരിയല്ലേ? ഓക്കെ, ഈ സ്റ്റെപ്പ് ഞാൻ മാറ്റാം. അടുത്തത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് 1 into -2 -2 -1 into -1 +1. ശരിയല്ലേ? മൈനസ് മൈനസ് പ്ലസ് ആയി. പ്ലസ് 1 into 3 3 + 3. ശരിയല്ലേ? ബ്രാക്കറ്റ്
ക്ലോസ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/2. 1/2 മറക്കരുത്. ഓക്കെ, -2 1 + 3 എത്രയാണ്? 4 ആണ്. പ്ലസ് 4 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് മൈനസ് പ്ലസ് കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ നമ്പർ സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. വലിയ നമ്പർ 4 ആണ്. 4ന്റെ സൈഡ് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് 4 - 2 എത്രയാണ്? 2 ആണ്. ഇൻറ്റു 2. ശരിയല്ലേ? ഈ 2യും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ? കാരണം നമ്മുടെ ഹാഫിന്റെ 2 ഉണ്ടല്ലോ. അപ്പൊ 2/2 എത്രയാണ്? 1 എന്ന് കിട്ടി. 1 സ്ക്വയർ സെന്റിമീറ്റർ. ഈ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഫോർമുല തറവായിട്ട് പഠിക്കാം, ഡിറ്റർമിനന്റ് തെറ്റിക്കാതെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിളിലെ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു ചെറിയ മാറ്റമുണ്ട്. അതായത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് 4 സ്ക്വയർ യൂണിറ്റ് ആൻഡ് വെർട്ടിസസ് ആർ എന്ന് പറഞ്ഞാൽ വെർട്ടിസസ് തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും. കെ 0 4 0 0 2. ഓക്കെ, ഇതാണ് അവിടെ തന്നിരിക്കുന്ന വെർട്ടിസസ് എന്ന് പറയുന്നത്. എന്നിട്ട് അവർ വേറെ ഡാറ്റയും കൂടെ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് 4 സ്ക്വയർ യൂണിറ്റ് ആണ് എന്നവർ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യത്തിലുള്ള കെന്റെ വാല്യൂ ആണ്. കെന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? നമുക്ക് ഹാഫ് ഓഫ് x1 y1 1 x2 y2 1 and x3 y3 1. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് നമ്മൾ ഈ ചോദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് k 0 1 4 0 1 0 2 1. ശരിയല്ലേ? k 0 1 4 0 1 0 2 1. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം പുറത്തെടുക്കേണ്ടത് കെ ആണ്. ശരിയല്ലേ? ആദ്യത്തെ എലമെന്റ് കെ ആണ്. കെ പുറത്തെടുത്തു. ബ്രാക്കറ്റിനകത്ത് ഡിറ്റർമിനന്റ് അകത്ത് വരും. ഈ കോളം സീറോ അല്ലാതെ വരുന്നത് 0 to 1 1 0 to 1 1 മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ -0. അടുത്ത എലമെന്റ് 0 ആണ്. ഡിറ്റർമിനന്റിനകത്ത് ഈ കോളം 0 അല്ലാതെ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണ്? 4 0 1 1. ശരിയല്ലേ? 4 0 and 1 1 പ്ലസ് അവസാനത്തെ എലമെന്റ് ഏതാണ്? 1 ആണ്. ഡിറ്റർമിനന്റിനകത്ത് 4 0 0 2. ശരിയല്ലേ? ഈ കോളം 0 അല്ലാതെ വരുന്ന എലമെന്റ് 4 0 0 2 ആണ്. 4 0 0 2. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഡിറ്റർമിനന്റ് ക്ലോസ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് കെ ചെറിയ ബ്രാക്കറ്റ് ഇടാം. നമുക്ക് ക്രോസ് ചെയ്യാം അല്ലെ? 1 into 0 എത്രയാണ്? 0 minus 2 into 1 2 minus 0 ചെറിയ ബ്രാക്കറ്റിനകത്ത് 1 into 4 4 minus 0 into 1 0 plus 1 ബ്രാക്കറ്റിനകത്ത് 4 into 2 8 minus 0 into 0 0. വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. which is equal to half of ബ്രാക്കറ്റിനകത്ത് k. ഓക്കെ, 0 into -2 എത്രയാണ്? -2 അല്ലെ? -0 4 minus 0 എത്രയാണ്? 4 ആണ്. പ്ലസ് 1 ബ്രാക്കറ്റിനകത്ത് 8 minus 0 എത്രയാണ്? 8 ആണ്. വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി ഈ രണ്ട് സ്റ്റെപ്പിനെ മാറ്റാം. ഇനി നമുക്കിത് ചെയ്യാം. ഹാഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? -2 into k എത്രയാണ്? -2k -2k minus 0 into 4 0 plus 1 into 8 8. ശരിയല്ലേ? which is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? തന്നിരിക്കുന്ന ഏരിയ തന്നിട്ടുണ്ടല്ലോ. 4 സ്ക്വയർ യൂണിറ്റ് തന്നിട്ടില്ലേ? തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. 4 സ്ക്വയർ യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് 4 എന്ന് എഴുതാം. ഈക്വൽ ടു 4 എന്ന് എഴുതിയിട്ട് അവസാനം വരെ കൊണ്ടുപോകാം. അല്ല, ഫൈനൽ ആൻസർ നമുക്ക് ഇത് എഴുതുന്നതിന് മുന്നേ given that the area is equal to 4 എന്നുകൊണ്ട് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. which is equal to നമുക്ക് എന്തറിയാം? ഈ ഒരു സ്റ്റെപ്പിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഈ 0ന്റെ ആവശ്യമില്ലല്ലോ. 0 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. 0 മാറ്റി നമുക്ക് എന്ത് കിട്ടി? 2k plus 8 എന്ന് കിട്ടിയില്ലേ? -2k plus 8 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നമുക്കറിയാം ഡിവൈഡഡ് ബൈ 2 അല്ലെ? ഇവിടെ ഹാഫിന്റെ ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? into 2 ആവില്ലേ? ഡിവൈഡ് ബൈ 2 into. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് 2 -2k
പ്ലസ് 8 is equal to 4 into 2 എന്ന് എഴുതാലോ. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ into 2 ആയില്ലേ. 4 into 2 എത്രയാണ്? 8 അല്ലേ? which is equal to 8 എന്ന് എഴുതാലോ. 8 എന്ന് എഴുതി. ഇനി നമുക്ക് അറിയാം അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന്. മൈനസ് 2k പ്ലസ് 8 is equal to 8 എന്ന ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? മൈനസ് 2k പ്ലസ് 8 is equal to 8 അല്ലേ? ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് k യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. മൈനസ് 2k നമുക്ക് ആദ്യം ഇവിടെ തന്നെ നിർത്താം. which is equal to 8 minus 8 എന്ന് എഴുതാം. ശരിയല്ലേ? ഈ 8 അവിടെ ഉണ്ട്. ഈ പ്ലസ് 8 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി? മൈനസ് 8 ആയി. ശരിയല്ലേ? 8 മൈനസ് 8 എത്രയാണ്? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 2k is equal to 0 എന്ന് കിട്ടിയില്ലേ? 8 മൈനസ് 8 മൈനസ് 8 0 അല്ലേ? k is equal to എന്ത് ചെയ്യാൻ പറ്റും? 0 divided by minus 2 ചെയ്യാലോ. കാര്യം into minus 2 അടുത്തോടെ എത്തുമ്പോൾ ഡിവൈഡ് ബൈ ആയി. 0 divided by minus 2 is equal to 0. k is equal to നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 എന്ന വാല്യൂ പോലെ ഓരോ വാല്യൂസ് ഏരിയ തന്നിട്ടുണ്ടാവും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ടു അത് വന്നിട്ടിട്ട് ഓരോന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? k ന്റെ വാല്യൂ കിട്ടും. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ല, അത് ഇക്വേഷൻ ഓഫ് എ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Find the equation of a line joining രണ്ട് vertices തന്നിട്ടുണ്ട് 1, 2, 3, 6. 1, 2, 3, 6. Using determinants. ഡിറ്റർമിനന്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ലൈനിന്റെ ഇക്വേഷൻ ഒരു ഇക്വേഷൻ പറയുന്നത് x പ്ലസ് y പ്ലസ് c is equal to 0. അതായത് ഇത് കോൺസ്റ്റന്റ് ആണ്. x plus y plus c is equal to 0 ആണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ. ശരിയല്ലേ? ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. പക്ഷെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. കാരണം സാപ്പിൾ ഡിറ്റർമിനൻസ് ആണല്ലോ. രണ്ട് വെർട്ടിസസ് വന്നിട്ടുണ്ട് 1, 2 and 3, 6. ഓക്കെ. ഫോർമുല എന്ന് പറയുന്നത് ഇതിന് പ്രത്യേക ഫോർമുല ഉണ്ട്. നമ്മുടെ ട്രയാങ്കിൾ ഇല്ലേ അതുമായിട്ട് കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ x1 x1 y1 1 and x2 y2 1. ഓക്കെ. അതായത് ഹാഫ് ഇല്ല. പിന്നെ ആദ്യത്തെ റോയിൽ വരുന്നത് എക്സും വൈയും ആണ്. കാരണം നമുക്കറിയാം ഒരു ഇക്വേഷനിൽ നമുക്ക് എക്സും വേണം വൈയും വേണം ഒരു കോൺസ്റ്റന്റും വേണം അല്ലെ? അങ്ങനത്തെ ഒരു എക്സ് കിട്ടണമെങ്കിൽ വൈ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോർമുലയിലും ഒരു എക്സും വൈയും ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. കൊടുത്ത സാധനയിൽ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ്. അപ്പൊ എക്സും വൈയും മേലെ ഉണ്ടാവണം. x1 y1 x2 y2. ബാക്കിയൊക്കെ ലാസ്റ്റ് കോളം എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിറ്റർമിനന്റ് x by 1. x1 എന്താണ്? ഇതാണ് അല്ലെ? 1. y1 2 1 3 6 1. ഓക്കെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ. ഇത് നമുക്ക് ഡിറ്റർമിനന്റ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം അല്ലെ? ആദ്യത്തെ വാല്യൂ ആയിട്ടുള്ള x പുറത്തെടുത്തു. ഡിറ്റർമിനന്റിനകത്ത് എന്ത് വരും? 2 6 1 1 എന്ന് വരും. ശരിയല്ലേ? കാരണം ഈ കോളം ആൻഡ് ഈ റോ മാറ്റി കഴിഞ്ഞാൽ 2 6 1 1 ആണ് വരിക. അടുത്തത് മൈനസ് ബൈ ഡിറ്റർമിനന്റ്. ആ വാല്യൂ എത്ര വരും? 1 3 1 1 എന്ന് വരും. 1 3 1 1. ആ കോളം ആൻഡ് ആ റോ മാറ്റി കഴിഞ്ഞാൽ 1 3 1 1 1 പ്ലസ് 1. അവസാനത്തെ വാല്യൂ ഏതാണ്? 1 ആണ്. ശരിയല്ലേ? അപ്പൊ 1 2 3 6 എന്ന് വരും. 1 2 3 and 6. ഓക്കെ. which is equal to x. അതേപോലെ തന്നെ എഴുതാം. ചെറിയ ബ്രാക്കറ്റിനകത്ത് 1 into 2 2 minus 6 into 1 6 minus y 1 into 1 1 minus 3 into 1 3 plus 1 6 into 1 6 minus 3 into 2 6. മനസ്സിലായി? നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. which is equal to x ബ്രാക്കറ്റിനകത്ത് 2 into 2 minus 6 എത്രയാണ്? 2 minus 6 minus 4 minus y ബ്രാക്കറ്റിനകത്ത് 1 minus 3 എത്രയാണ്? 1 minus 2 plus 1 ബ്രാക്കറ്റിനകത്ത് 6 minus 6 0. Okay, which is equal to x into minus 4 minus 4x minus minus y into minus 2 minus 2y. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്ലസ് ആക്കി എഴുതാമല്ലോ. പ്ലസ് 2y ആയി. അത് മൈനസ് മൈനസ് പ്ലസ് ആയി അല്ലെ? പ്ലസ് 0. അതായത് 1 into 0 0. നമുക്ക് ഇതിനെ മാറ്റാലോ. അതായത് ഈ 0ന്റെ ആവശ്യമില്ല. നമുക്കറിയാം ഒരു ഇക്വേഷന്റെ ഈക്വൽ ടു സൈഡിന്റെ അപ്പുറത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. x പ്ലസ് y പ്ലസ് c is equal to 0 എന്നായിരിക്കില്ലേ? ഒരു ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ത് എഴുതിയാൽ മതി? ഡയറക്റ്റ് 0 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഞാൻ ഈ രണ്ട് സ്റ്റെപ്പും വായിക്കാം. ഇനി നമ്മൾക്കറിയാം ഇത് രണ്ടും, അതായത്
പുറത്തെടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് -2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. -2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ -2 ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ഇവിടെ എന്ത് വരും? 2x വരും. ശരിയല്ലേ? കാരണം -2 പുറത്തെടുത്തതിന് ബാക്കിയുള്ള 2 ആണ് ഉള്ളത്. 2x മൈനസ്, കാരണം നമ്മൾ പ്ലസ് ആണ്, ഇവിടെ +2y ആണ്. അപ്പൊ നമ്മൾ -2 പുറത്തെടുക്കുമ്പോൾ ഇതിനകത്ത് എന്ത് വരും? മൈനസ് വരും. കാരണം മൈനസ് ഇൻറ്റു മൈനസ് എല്ലാം പ്ലസ് ആവുള്ളൂ. -2 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ y = 0. ശരിയല്ലേ? ഇവിടെ എങ്ങനെ മൈനസ് ഒന്നും മനസ്സിലായില്ലേ? കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് മൈനസ് ആണ്. അപ്പൊ ഇവിടെ അകത്ത് മൈനസ് വന്നാൽ മാത്രമേ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് ആവുള്ളൂ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു -2 നമ്മൾ ഇങ്ങനെ ഈക്വൽ ടു സൈൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താവും? ഡിവൈഡഡ് ബൈ -2 ആവില്ലേ? 0 ഡിവൈഡ് ബൈ -2 എത്രയാണ്? 0 അല്ലേ? നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 2x മൈനസ് y ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. കാരണം ഈ -2 കൊണ്ടുപോകുമ്പോൾ 0 ആണല്ലോ. അപ്പൊ 2x ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ -y ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ +y ആയി. ശരിയല്ലേ? 2x ഇസ് ഈക്വൽ ടു y എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈനിന്റെ എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൽ ഒരിക്കലും മറക്കാതിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ എഴുതുന്നത് എക്സും വൈയും 1 ആണ്. ഹാഫ് ഇല്ല, ട്രയാങ്കിളിന്റെ ഹാഫ് ഇവിടെ ഇല്ല. xy 1 എന്ന് വെച്ച് നമ്മൾ തുടങ്ങണം. തെറ്റിക്കാതെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സാമിൽ വന്നാൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും.